കർത്താവെ, അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി തന്ന് ഞങ്ങൾക്ക് ദൈവികമായ നല്ല ചിന്തകളും ഞങ്ങൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചിന്തയായി പരിണമിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ, ചിന്തകളെ രൂപപ്പെടുത്തണമേ. അവിടുത്തെ വചനം മാറ്റമില്ലാത്ത വചനമാകുന്നു എന്ന് പൂർണ്ണമായി വിശ്വസിക്കും. സകലത്താലും അവിടുത്തെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും മഹത്വത്തിനായി തീരുമാറാകണമേ. ആമേൻ. ഒരു പ്രത്യേകമായ സബ്ജക്റ്റാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. പരിശുദ്ധ കന്യമറിയ അമ്മയുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്ന സബ്ജക്റ്റാണ്. അതിനൊരു 3-4 വേദവാക്യങ്ങൾ പറയും. അതൊന്ന് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. അതായത് ദൈവം മനുഷ്യനായിട്ട് നൽകിയിരിക്കുന്ന ഒരു പ്രത്യേക സാധ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വതന്ത്ര ഇച്ഛാശക്തി എന്നാണ് പറയുന്നത്. സ്വതന്ത്ര ഇച്ഛാശക്തി അല്ലെങ്കിൽ ഫ്രീ വിൽ എന്നാണ് ഇംഗ്ലീഷിൽ തന്നെ പറയാം. അത് നമ്മുടെ പിതാക്കന്മാർ പ്രത്യേകം ഓർപ്പിക്കുന്നത് അത് ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ, നമ്മുടെ സൃഷ്ടാവാം ദൈവത്തിൻ്റെ ദാനമാണ്. ഇതാണ് ഫ്രീ വിൽ. ഇതാണ് ഉൽപ്പത്തി. പെട്ടെന്ന് നമുക്ക് കുറച്ച് വേദവാക്യങ്ങൾ വായിച്ച് അതിനോട് ചേർന്ന് ഈ കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-17 യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞു. ഇത് ദൈവം കൊടുത്ത ഒരു നിർദ്ദേശമാണ്. സകല സ്വാതന്ത്ര്യമുണ്ട്, അതേസമയം ഒരു നിർദ്ദേശം കൂടെ ദൈവം മനുഷ്യന് കൊടുക്കുകയാണ്. ചോയ്സ് ഇൻ ദ ഗാർഡൻ ഓഫ് ഏഡൻ, ഏദൻ തോട്ടത്തിലെ ഒരു ചോയ്സ്, ഒരു തിരഞ്ഞെടുക്കുവാനുള്ള അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം, ഒരു ഇച്ഛാശക്തി നമ്മൾ കൊടുക്കുന്നതായിട്ട് വായിക്കുന്നു. അത് നമുക്കിങ്ങനെ വേണേൽ പറയാം, ഫ്രീഡം ടു ഒബേ ഓർ ഡിസൊബേ. അനുസരിക്കാനോ അനുസരിക്കാതിരിക്കാനോ ഉള്ള ഒരു അവകാശം കൂടെ ദൈവം മനുഷ്യന് കൊടുത്തു. ദൈവത്തിൻ്റെ കമാൻഡ്സ്, ദൈവം പറയുന്നത് നിനക്ക് അനുസരിക്കാം അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കാം. ദ ചോയ്സ് ടു ഈറ്റ് ദ ഫോർബിഡൻ ഫ്രൂട്ട്, വിലക്കപ്പെട്ട ഭക്ഷണം. അതാണ് തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്കിഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളുടെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. അത് തിന്നുന്ന നാളിൽ എന്ന് പറയുമ്പോഴത്തേന് ഓപ്ഷനാണ്, തിന്നുന്ന നാളിൽ. അപ്പോൾ അവിടെ ഒരു അനുസരണക്കേട് വരുന്നു. ആ അനുസരണക്കേട് ചേർന്ന് വളരെ ആഴമായ അഗാധമായ കോൺസിക്വൻസ് ഉണ്ടാകും. അത് ആദാമിൻ്റെ പാപം എന്നൊക്കെ നമ്മൾ പറയും, ഡിസൊബീഡിയൻസ് കൊണ്ടുവന്ന പാപം. ഇത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട വസ്തുതകളാണ്. അവയെല്ലാം നമ്മുടെ മുമ്പിൽ സമർത്ഥമായി വെക്കുമ്പോഴും ദൈവം മനുഷ്യന് നൽകുന്ന, പ്രത്യേകിച്ച് മനുഷ്യനെപ്പറ്റി ദൈവം പറയുന്നത് സർവ്വസൃഷ്ടികളുടെയും മകുടം എന്നാണ്. ആനിമൽസിനും ഒക്കെ ഒരു ഫ്രീ വില്ലുണ്ട്, പക്ഷെ അതിനേക്കാളൊക്കെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് മനുഷ്യനാണ്. നമുക്കറിയാം, മനുഷ്യനെയൊക്കെ സൃഷ്ടിച്ചിട്ട് എല്ലാ മൃഗജാലങ്ങളുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇഷ്ടമുള്ള ഒരു പാർട്ട്ണറെ എടുക്കാം. അവരിൽ നിന്ന് ആരെയും അവൻ കണ്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം ഹവ്വായെ ഉണ്ടാക്കി നിർമ്മിച്ച് നൽകിയത്. അപ്പം അവിടെയും ഓപ്ഷൻ കൊടുക്കുകയാണ് ദൈവം. അപ്പം അത് ദൈവത്തിൻ്റെ പൂർണ്ണമായ ദാനമാണ്. അപ്പം നമ്മളെപ്പോഴും ഓർക്കണം, ആത്മീയ ജീവിതത്തിൽ നമുക്ക് അനുസരിക്കുവാനും അനുസരിക്കാതിരിക്കാനുമുള്ള സാധ്യതകൾ ദൈവം നൽകുന്നുണ്ട്. ഇനി അടുത്ത വേദഭാഗം, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യമേ ഉള്ളൂ, ഫ്രീഡം ടു ഒബേ ഓർ ഡിസൊബേ. അനുസരിക്കുവാനോ അനുസരിക്കാതിരിക്കാനോ ഉള്ള ഒരു സാധ്യത ദൈവം നൽകുന്നു. ഇനി നമ്മൾ ആവർത്തന പുസ്തകം അതിൻ്റെ 30-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ആവർത്തന പുസ്തകം
30-ാം അധ്യായം 30-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ. നമ്മൾ ഒരുപക്ഷെ നേരത്തെ ഈ ഭാഗം ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ഭാഗമാണ്. 30-ാം അധ്യായം 19-20. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു. അതുകൊണ്ട് നീ നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരെ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിനും ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സും ആകുന്നത്. അവിടെയും നമ്മൾ നോക്കേണ്ടത് ഐദർ യു ക്യാൻ ചൂസ് ലൈഫ് ഓർ ഡെത്ത്. ജീവനും മരണവുമുണ്ട്, അനുഗ്രഹവും ശാപവുമുണ്ട്. ഇത് രണ്ടും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. യഹോവ പറയുന്നത്, അവസാനം പറയുന്നത്, നീ ജീവനെ തിരഞ്ഞെടുത്തു കൊള്ളുക, അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സുമാകുന്നു. ഐ ആം ദ ലൈഫ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൾമിനേഷനാണ്, അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് വരുമ്പോഴാണ് കർത്താവ് യേശുക്രിസ്തു പറയുന്നത്, ഞാൻ ജീവൻ ആകുന്നു, ജീവൻ്റെ അപ്പമാകുന്നു എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? പഴയ നിയമത്തിൽ ഇത് രണ്ട് മുമ്പിൽ വെക്കുകയാണ്. അതായത് ജീവനുമുണ്ട്, മരണമുണ്ട്, നന്മയുമുണ്ട്, തിന്മയുണ്ട്. അതുകൊണ്ട് ഈ കവനൻ്റൽ റിലേഷൻഷിപ്പാണിത്. അതായത് ഫ്രീ വിൽ ഇൻ ദ കവനൻ്റൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ദ ഇസ്രായേലുമായിട്ടൊരു കവനൻ്റാണ്, ഒരു നിയമമാണിത്, ഉടമ്പടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പറയുന്നത്. അവിടെ ദൈവം നമ്മളെ നയിക്കുന്നു, ദൈവം നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു, തീരുമാനം എടുക്കേണ്ടത് നമ്മളാണ്. ദൈവം നമ്മോട് പറയാണ്, നീ ജീവനെ തിരഞ്ഞെടുക്കണം, അതല്ലോ നിനക്ക് ജീവന ദീർഘായുസിനും കാരണമായി തീരും. അതെപ്പോഴും നമ്മൾ ഓർത്തോണം, ദൈവം നമ്മളെ നയിക്കുന്നു, പക്ഷെ തീരുമാനം നമ്മൾ എടുക്കണം. അതിനുള്ള ഒരു ഡിസേൺമെൻറ്റ്, ഒരു വിവേകശക്തി ആത്മാവിൽ നമ്മൾ പ്രാപിക്കണം. മൂന്നാമത് നമ്മൾ വായിക്കുന്ന വേദഭാഗം, ഇതിൻ്റെ മൂന്നാമത് വായിക്കുന്ന വേദഭാഗം യോശുവ പ്രവാചകൻ്റെ പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. യോശുവ പ്രവാചകൻ്റെ പുസ്തകം 24:15. അത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്ക് അക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ആ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തു കൊള്ളുക എന്ന് പറയും. ഒന്നുകൂടെ വായിക്കാം. യഹോവയെ സേവിക്കുന്നത് അല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്ക് അക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തു കൊള്ളുക. അവിടെയും കൊടുക്കുന്ന ഓപ്ഷനാണ് ചൂസ് ടു സെർവ് ഗോഡ്. ആരെയാണ് സേവിക്കേണ്ടത്? കർത്താവ് പറയുന്നുണ്ട്, ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാൻ സാധ്യമല്ല, ഒരുപോലെ സ്നേഹിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ജോഷുവ ചലഞ്ചസ് ദ ഇസ്രായേലൈറ്റ് ടു മേക്ക് എ കോൺഷ്യസ് ഡിസിഷൻ അബൌട്ട് whom they will serve. ആരെയാണ് നിങ്ങൾ ഈ ഭൂമിയിൽ സേവിക്കേണ്ടത്? വിജാതീയരായ ദൈവങ്ങളെയാണോ, അമോര്യരുടെ ദേവന്മാരെയാണോ, അതോ ജീവനുള്ള ദൈവത്തെയാണോ? ദൈവത്തോടുള്ള വിധേയത്വം, അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പറയായിരുന്നു. അൺഡിവൈഡഡ് ഡിവോഷൻ എന്ന് പറഞ്ഞായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്തപ്പോൾ ഈ എവർ വെർജിൻ എന്ന് പറഞ്ഞ ഭാഗം പറഞ്ഞായിരുന്നു. നിത്യ കന്യക അവിടെ പറഞ്ഞ വാക്കിനാണ് അൺഡിവൈഡഡ് ഡിവോഷൻ. ദൈവത്തോടുള്ള നമ്മുടെ ആഭിമുഖ്യത്തിൽ, ബന്ധത്തിൽ, അതിൽ നിന്ന് ഒരിക്കലും പിന്മാറിപ്പോകാത്ത ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ അവിടെ യോശുവ അവരോട് പറയാണ്, നിങ്ങൾക്ക് തീരുമാനിക്കാം, യഹോവയെ സേവിക്കുന്ന നല്ലതല്ല
എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് പിന്മാറിപ്പോവാം. എപ്പോഴും നമ്മൾ നോക്കണം, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ സേവിക്കുന്ന ദൈവം ആരാണ്. അതെപ്പോഴും നമ്മൾ ഓർക്കണം. നമ്മൾ കുർബാനയെ ചൊല്ലുന്നുണ്ട്, പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിലിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന് നമ്മൾ കുർബാനയെ ചൊല്ലുന്നുണ്ട്. നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും വിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ ചൊല്ലുന്നതാണ്. നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്ന, നമ്മുടെ കർത്താവ് എഴുന്നള്ളിയിരിക്കുന്ന ആ സ്ഥലത്തായിരിക്കണം. അവിടെ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ, നമ്മൾ ആരാധിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ കല്ലിനോടോ മണ്ണിനോടോ ഒന്നുമല്ല പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ജീവനുള്ള ദൈവത്തോടാണ്. ആ സജീവമായ ഒരു ആരാധന നമ്മുടെ ജീവിതത്തിലേക്ക് കണ്ടെത്തണം. അവിടെയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്, ആരെയാണ് നിങ്ങൾ സേവിക്കുന്നത്. ഈ സേവിക്കുക എന്ന് പറഞ്ഞതിന് അർത്ഥം ഇവിടെ വർഷിപ്പെന്ന അർത്ഥമുണ്ട്, അതേസമയം നമുക്ക് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക എന്നർത്ഥമുണ്ട്. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവർ ജീവനുള്ള ദൈവത്തിനായിട്ട് പ്രവർത്തിക്കും. നമ്മൾ മറന്നുപോകരുത്. അതുകൊണ്ട് ഇത് നമുക്ക് രണ്ടുപേരെയും ചൂസ് ചെയ്യാം. ആരെയാണ് ചൂസ് ചെയ്യുന്നത്? അപ്പോൾ അതുകൊണ്ട് ഇന്ന് അനേകർ ഈ പിന്മാറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മളതുകൊണ്ട് ഈ തലമുറകളോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ, എബ്രായ ലേഖനം അതിൻ്റെ 10-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അത് ഇപ്രകാരമാണ്. 25 24 മുതൽ വായിക്കാം. ചിലർ ചെയ്യുന്നത് പോലെ, എബ്രായ ലേഖനം 10-ാം അധ്യായം 24-25, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. ചിലർ ചെയ്യുന്ന പോലെ സഭായോഗങ്ങളെ ബഹിഷ്കരിക്കരുത്. നമ്മുടെ പിള്ളേരോടൊക്കെ ചോദിച്ചാൽ പറയുന്ന കാര്യമാണ്. ഇന്നലെയും ഒരാളെന്നോട് പറയുകയുണ്ടായി, പള്ളിയിൽ വരാത്ത എന്താണെന്ന് ചോദിക്കുമ്പം അവർ പറയുന്നത് നീണ്ട സർവീസാണ്. അവിടെ ഞാൻ കത്തോലിക്ക പള്ളിയിലാണ് പോകുന്നത്. അവിടെ നമ്മൾ പെട്ടെന്ന്, അവിടെ 2-3 തരത്തിലുള്ള കുർബാനയുണ്ട്. പെട്ടെന്ന് തീരുന്നുണ്ട്, പാട്ട് കുർബാനയുണ്ട്. അപ്പം അങ്ങനെ പല രീതിയുണ്ടെന്നാണ് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം പിന്നെ ചിലർ ചോദിക്കുന്നത് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പോരായോ. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്, ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. നമുക്കായിട്ട് ഒരു ദേവാലയം വിരിച്ചൊരുക്കുന്നു. മർക്കോസിൻ്റെ മാളിക വിരിച്ചൊരുക്കിയതുപോലെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ നമുക്കായിട്ടൊരു മാളിക വിരിച്ചൊരുക്കി അവിടെ മേശ ഒരുക്കുമ്പം അതിനെ വിളിക്കപ്പെട്ട മക്കൾ അവിടെ കൂടി വരിക എന്നുള്ളത് അവരുടെ ധാർമ്മികമായ ആത്മീയ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ചിലർ ചെയ്യുന്ന പോലെ സഭായോഗങ്ങളെ ബഹിഷ്കരിക്കരുത്, ഉപേക്ഷിക്കരുത്, തമ്മിൽ പ്രബോധിപ്പിക്കണം. കാരണം അതിൽ നിന്ന് പിന്മാറ്റം സംഭവിക്കുക എന്തുകൊണ്ടാണ്? എൻ്റെ ഒരു പയ്യന് ഇവിടെ മർത്തോമയിലുള്ളൊരു പയ്യനുണ്ട്. അപ്പോൾ അവൻ്റെ പേരൻസ് അങ്ങ് നാട്ടിലാണ്. അപ്പോൾ അവരെന്നെ വിളിച്ച് പറയാം, ഇവൻ പള്ളിയിലും പോകുമല്ലോ, ഒന്നുമില്ല. അപ്പം ഞാൻ അതിനോട് ബന്ധപ്പെട്ടപ്പോൾ അവൻ്റെ അമ്മ തന്നെ പറഞ്ഞേ, അച്ഛാ അവൻ പള്ളിയിൽ, ഞാൻ ഇടയ്ക്ക് വരുമ്പോൾ അവനെ പള്ളി വിളിച്ചുകൊണ്ട് പോകും, ഗോവണ്ടിയിൽ പള്ളിയിൽ പോകും. അല്ലാത്തപ്പോൾ അവനെ വിളിച്ച് അവൻ പറയും, സംസാരിക്കും. അവൻ പറയുന്നത്, ഉദർ പൂര ബുഡാലോകെ ബച്ചലോക്ക് നൈ കോയി നെയ്യേ, അവിടെ പ്രായമുള്ളവർ മാത്രമേ ഉള്ളൂ പള്ളിയിൽ, ചെറുപ്പക്കാരാരുമില്ല. അപ്പോൾ അതുകൊണ്ട് അവന് പോകാനും അവനും താല്പര്യമില്ല. ഇത് എല്ലാ ഡിനോമിനേഷനും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു അപജയമാണ്. ചിലർ മനഃപൂർവ്വം സഭായോഗങ്ങളെ ബഹിഷ്കരിക്കുന്നു. കാരണം അപ്പോൾ അവിടെ പറയാണ്, അതിനുള്ള മറുപടി എന്താണ്? നിങ്ങൾ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിന് സൽപ്രവർത്തിക്ക് ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിക്കണം. അത് ഈ പള്ളി വരുമ്പം കുശുമ്പും കുന്നായ്മയും പറയരുത്. പള്ളി വരുമ്പം മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ ഒരിക്കലും ഇടയാകരുത്. ആരാധന കഴിഞ്ഞ് താഴേക്ക് വരുമ്പം ഒരു കുശൂശുപ്പുണ്ടാകരുത്. ആരാധന കഴിഞ്ഞ് താഴെ വരുമ്പോൾ ആരെയും കുറ്റം പറയാനൊരു ദിവസമായിട്ട് എടുക്കരുത്. അത് അന്യോന്യം ആത്മീയ വർധനയ്ക്കുള്ളതാണ്. ഈ അങ്കളെ കഴിഞ്ഞ ആഴ്ച കണ്ടില്ലല്ലോ, എന്തോ പറ്റി, സൂമില്ലായിരുന്നോ, പിന്നെ
പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ അവർക്ക് തന്നെ തോന്നും, എഴുതിയോ നമ്മളെ കെയർ ചെയ്യുന്നവരോ കൂട്ടായ്മയിലുണ്ടല്ലോ, നമ്മളൊരു ദിവസം കണ്ടില്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യുന്നവരുണ്ടല്ലോ. സ്ഥിരമായിട്ട് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവരോ കുർബാന അനുഭവിക്കായിരിക്കും നമുക്ക് തോന്നും. എനിക്ക് തോന്നാറുണ്ട്, എന്താ അവരിന്ന് വരാഞ്ഞ, ദൈവം എന്തെങ്കിലും അസുഖമാണോ, എന്തെങ്കിലും പ്രയാസമാണോ. അപ്പോൾ ഇത് തമ്മിൽ ആത്മീയ വർധനയ്ക്കുള്ള ദിവസമായിട്ട് നമ്മുടെ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ തീരണം. കാരണം നമ്മുടെ പള്ളിയൊക്കെ ഒത്തിരി ശാന്തമായി. പണ്ടത്തെ ഞാൻ 95 വന്നോടുമ്പോഴുള്ള കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷേ എപ്പോഴും നമ്മളിലുള്ള ഈ കുശൂശുപ്പും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ആത്മീയ വർധനയ്ക്ക് വിപരീതമായിട്ടുള്ള പ്രവൃത്തികളും വളരെ അപകടകരമാണ്. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് അന്യോന്യം ആത്മീയ കാരണം ഇത് നമ്മളെല്ലാവരും രക്ഷാപദ്ധതിയിൽ സ്വർഗത്തിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരേ മനസ്സോടും ഒരേ ആത്മാവോടും നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യേണ്ടവരാണ്. അവിടെ ആരും ആരുടെയും മുമ്പിൽ തടങ്കൽ പാറയായിട്ട് തീരരുത്. അന്യോന്യം ആത്മാവിൽ പ്രബോധിപ്പിച്ച് നീങ്ങണം. ഇനി അടുത്ത വേദഭാഗം, കാരണം അത് നമ്മുടെ ഫ്രീ വില്ലിൻ്റെ ഭാഗമാണ്. ദൈവം തന്നിരിക്കുന്ന ഫ്രീ വില്ലിൻ്റെ ഭാഗമാണ്. നിങ്ങൾക്കവിടെ താഴെ വരുമ്പോൾ ഒരാളൊരു സുവിശേഷം പറയുകയാണെങ്കിൽ അച്ഛൻ പറയത്തില്ല ആരോട് സുവിശേഷം പറയേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സുവിശേഷം ഒന്നുമില്ലെങ്കിൽ ചിലപ്പം ചെന്നിട്ട് ഒന്ന് കൈക്ക് പിടിച്ചിട്ട് ആൻറ്റി എന്നായിരിക്കും സുഖമായിരിക്കുന്നോ എന്ന് പറയുന്ന ഒരു സുവിശേഷമാണ്. മക്കളെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ്, ആൻറ്റി ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചോളാം കേട്ടോ എന്ന് പറയുന്നൊരു സുവിശേഷമാണ്. നമ്മളൊന്ന് പുഞ്ചിരിച്ച് കാണിക്കുന്ന സുവിശേഷമാണ്. ഒരാളെപ്പറ്റി നമുക്ക് മനസ്സിലൊരു കയ്പുണ്ടെങ്കിൽ അതൊന്ന് പ്രാർത്ഥിച്ചിട്ട് അവരുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുന്ന സുവിശേഷമാണ്. അതാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ബഹിഷ്കരിക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ വന്നിട്ട് ഒരു മനുഷ്യൻ പോലും നമ്മളെ കെയർ ചെയ്യുന്നില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഈ കുർബാന കഴിഞ്ഞൊരു കൂട്ടായ്മയൊന്നും പള്ളികളിൽ ഇന്നില്ല. വന്നു അന്നേരം സ്ഥലം വിട്ടു, അന്ന് അവിടെ നിന്നൊന്ന് വർത്തമാനം പറഞ്ഞു, അല്ലെങ്കിൽ എന്തുകൊണ്ട് വീട്ടിലേക്കാരും ഇല്ല. അങ്ങനെ ഒരു സാഹചര്യങ്ങൾ മാറി വരുന്നതാണ്. അവിടെ നിൽക്കുന്നവർ തന്നെയാണ് ഉടകിൽ മൊബൈലിലേക്ക് കയറും. നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന വീട്ടിൽ പോലും അതാണ്. ഇപ്പം എല്ലാവർക്കും മൊബൈലുണ്ട്. തൊട്ടടുത്തിരിക്കുന്നവരുടെ വിഷമങ്ങളോ പ്രയാസങ്ങളോ അറിയാൻ പറ്റാത്തടത്ത് പിശാച് നമ്മളെ ഇങ്ങനെ ബന്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു ചിന്തകൻ പറഞ്ഞത് ഞാൻ പലപ്പോഴും ഓർമ്മിക്കാറുണ്ട്, വി ആർ എലോൺ ഇൻ എ ക്രൗഡഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. വലിയ ജനമാഹുല്യമുള്ള ഒരു സൊസൈറ്റിയിൽ നമ്മളെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു. ഇത് വലിയ അപകടകരമായ അവസ്ഥയാണ്, പ്രത്യേകിച്ച് ആത്മീയ ശുശ്രൂഷയിൽ. ഇനി നമ്മൾ വായിക്കുന്നത് പ്രൊവർബ് സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. അതിപ്രകാരമാണ്, മനുഷ്യൻ്റെ ഹൃദയം തൻ്റെ വഴിയെ നിരൂപിക്കുന്നു. മനുഷ്യൻ്റെ ഹൃദയം തൻ്റെ വഴിയെ നിരൂപിക്കുന്നു, അവൻ്റെ കാലടികളോ ദൈവം ക്രമപ്പെടുത്തും. മനസ്സിലായോ പറഞ്ഞത്? ഹ്യൂമൻ ഹാവ് ദ ഫ്രീഡം ടു മേക്ക് പ്ലാൻസ് ആൻഡ് ഡിസിഷൻസ്. മനുഷ്യൻ്റെ പദ്ധതികളെല്ലാം ആരാണ് ഉണ്ടാക്കുന്നത്? അവനുണ്ടാക്കുന്നു. മനുഷ്യൻ്റെ പദ്ധതികളെല്ലാം നിരൂപിക്കുന്നു. അവനിങ്ങനെ ചിന്തിച്ചു കൂട്ടി ഓരോ കാര്യങ്ങൾ നിരൂപിക്കുന്നു. പക്ഷെ പിന്നെ പറയാണ്, എന്നാൽ അവൻ്റെ കാലടികൾ, അവൻ മുമ്പോട്ട് പോകേണ്ട ഓരോ കാലടികളെയും യഹോവ ക്രമീകരിക്കുന്നു. അതാണ് ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ മനോഹരമായ ഒരു വാക്യമുണ്ട്. അത് ഈ മുസ്ലിം സഹോദരങ്ങൾ പറയുന്നൊരു വാക്കാണ്, ഇൻഷാ അല്ലാ എന്ന് പറയുന്നത്. എന്താണ് അർത്ഥം? എന്താ അറിയാമോ? അതിൻ്റെ അർത്ഥം ഇഫ് ഗോഡ് വിൽസ് എന്നാണ്. ദൈവം അനുവദിച്ചാൽ എന്നാവാ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അതാണ്. അത് യാക്കോബിൻ്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 14 നമ്മൾ വായിച്ചാൽ അത് കിട്ടും. 4-ാം അധ്യായം 14. ഇപ്പോഴാണ് അവിടെ പറയുന്നത്, ഇന്നോ നാളെയോ 13 വായിക്കാം. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കൂ എന്ന് പറയുന്നവരെ കേൾപ്പീൻ. ഇപ്പം നമ്മുടെ നമ്മുടെ യുവാക്കളും ഇങ്ങനെ അക്കരെ പച്ച എന്ന് കണ്ട് ഭ്രമിക്കപ്പെടുന്നൊരു കാലമാണ്. അപ്പുറത്ത് നല്ല കാലമാണ്. അപ്പം ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കൂ എന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. പിന്നെന്താ പറഞ്ഞത്? നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ എന്നാണ്. മറ്റൊരിടത്ത് പറയുന്നത് അല്പനേരത്തെ കാണുന്നതും പിന്നെ പെട്ടെന്ന് ഇല്ലാതെ പോയിത്തീരുന്ന കുമിള പോലെയാണല്ലോ എന്നാണ്.
ഇപ്പം എൻ്റെ വളരെ അടുത്ത് പരിചയമുള്ള ഒന്ന് രണ്ട് സഹോദരങ്ങൾ ഇവിടെ UK-യിലുണ്ടായിരുന്നു. അവരിപ്പോൾ അവിടെ സർവൈവൽ ബുദ്ധിമുട്ടായതുകൊണ്ട് ഡേ ടു ഡേ എക്സ്പെൻസ് ഒക്കെ കണ്ട് അവരവിടെ നിന്ന് യൂറോപ്പിലേക്ക് പോയി. അപ്പോൾ ഓരോരുത്തരും അങ്ങനെ രാജ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിലും ജർമ്മനിയിലും ഒക്കെ പോയവർ ഈ സാഹചര്യങ്ങൾ വളരെ മോശമായിട്ട് തീരുന്നു. എക്സ്പാർട്ടേഴ്സ് എന്നുള്ള പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ അവർ ചിലർ അവരുടെ രാജ്യം സ്ഥാപിക്കാൻ, ചിലരുടെ അവരുടെ നിയമങ്ങൾ സ്ഥാപിക്കാൻ ഇതൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ട് വളരെ വിലാപം കഴിക്കുന്നൊരു കാലമാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർക്കുക, ഞാൻ ഇന്ന സ്ഥലത്ത് പോയി വലിയ ബിസിനസ് ഉണ്ടായി ഇന്ന കാര്യം ചെയ്യും. പക്ഷെ അവിടെ പറഞ്ഞത് ദൈവം അനുവദിക്കുന്നെങ്കിൽ അതാണ് ദൈവം. അതിൻ്റെ 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? 15-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ്: കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്. നിങ്ങൾ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവൻ അത് പാപം തന്നെയാകുന്നു. കണ്ടോ, നമുക്കൊരു വാക്ക്, നല്ല വാക്ക് പറയാനുള്ള മനസ്സുണ്ടെങ്കിൽ അത് നമ്മളെ മാറ്റിക്കളയുന്നത് വലിയ പാപമാണ്. അപ്പോൾ 15-ാം വാക്യം എന്താ പറഞ്ഞത്? കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞുങ്ങളൊക്കെ പറയും, മക്കളെ, നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ ശരിക്കും പ്രാർത്ഥിക്കണം. ഇന്ന് എന്നോട് രാവിലെ ഒരാൾ ചോദിച്ചു, എങ്ങനെയാച്ചാ പിന്നെ ആ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുത്തത്. ഈ ഫ്രീ വില്ലിനെ പറ്റിയാണ് ചോദിച്ചത്. എങ്ങനെയാച്ചാ ഒരു തീരുമാനം എടുക്കേണ്ടത്? എങ്ങനെയാണ് നമുക്ക് വ്യക്തിപരം? അപ്പോൾ അതുകൊണ്ടാണ് കർത്താവിന് ഇഷ്ടം. ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനം കർത്താവിന് ഇഷ്ടമുള്ളതാണ്. നമ്മൾ ഇവിടെ പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ അവൻ്റെ എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് തീരുമാനിക്കുന്നത്. പക്ഷേ ഒരു ചുവട്ടടി മുമ്പോട്ട് വെക്കണമെങ്കിൽ അവിടെ പറഞ്ഞു അത് ദൈവമാണ് ചെയ്യുന്നത്. യോശുവ പ്രവാചകന്റെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നമ്മളൊന്ന് വായിച്ചാൽ വളരെ മനോഹരമായ ഒരു വാക്കുണ്ട്. യോശുവ പ്രവാചകന്റെ പുസ്തകം, യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. കിട്ടുന്നവർക്കുണ്ടെങ്കിൽ പെട്ടെന്ന് വായിക്കാം. 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. അത് വായിക്കുന്ന ഇപ്രകാരമാണ്: നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയത്തില്ല ഇവർ പോകുന്ന സ്ഥലം എന്തായിത്തീരും, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്തായിത്തീരും, ഇതൊക്കെ പൂർത്തീകരിക്കാനായി സാധിക്കുമോ? അത്രമാത്രം വഞ്ചനയും. ഇപ്പം നിങ്ങൾ കണ്ടു കാണുന്നുണ്ട് ബംഗാളിൽ, ബംഗാളിൽ ഒരു ഒരു ഡോക്ടർ കൊച്ചിനെ മർഡർ ചെയ്ത് കണ്ടു കാണും അല്ലേ? അവിടുത്തെ ചില അനീതിക്കെതിരെ ആ കുട്ടി നിന്നതുകൊണ്ടാണ് ആ കൊച്ചിനെ ക്രൂരമായ മർഡർ ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു പൊളിറ്റിക്സ് നോക്കാതെ ഇത് അനീതിയാണെന്ന് പറയാനായിട്ടിടയായി. കാരണം ബംഗാളിൽ നിന്ന് 29 എംപിമാരോ 19 എംപിമാരോ ഉണ്ട്. അവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാ അടഞ്ഞു പോകും. പക്ഷേ അദ്ദേഹം അതൊന്നും കൺസിഡർ ചെയ്യാതെ, ഹി വാസ് എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി. അതുകൊണ്ടാണ് നമുക്ക് അയാളൊരു പൊളിറ്റീഷ്യനല്ല. ആ മനുഷ്യൻ ശക്തമായിട്ട് അതിനെ എതിർത്തു. ഒരു MDക്ക് പഠിക്കുന്ന ഡോക്ടറാണെന്ന് തോന്നുന്നു, ആ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു. അത് ചില അനീതികൾ ഉണ്ട് എന്ന് എടുത്തു കാട്ടിയത് കൊണ്ടാണ്. കാരണം അതുകൊണ്ടാണ് സഹോദരങ്ങളെ, വളരെ അനിശ്ചിതത്വം നിറഞ്ഞ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വളരെ ഭയാനകരമായ ഒരു അനുഭവത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന അതുകൊണ്ട് ഈ ബാലൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ ഫ്രീ വിൽ ആൻഡ് ഡിവൈൻ പ്രൊവിഡൻസ്, മനുഷ്യൻ്റെ സ്വതന്ത്ര ഇച്ഛാശക്തിയും ദൈവത്തിൻ്റെ കരുതലും തമ്മിൽ ഒരു സന്തുലിതമായ അവസ്ഥ ഉണ്ടാകും. അതായത് നമുക്ക് തോന്നുന്ന പോലെ തീരുമാനം എടുത്തിട്ട് അത് എങ്ങും എത്താതായി തീരുമാനം ദൈവത്തെ പഴിച്ചിട്ട് കാര്യമില്ല. മനുഷ്യൻ്റെ ഇച്ഛാശക്തി, അതും ദൈവത്തിൻ്റെ കരുണയും കരുതലും. ദൈവത്തിന് കരുതലുണ്ട്. നമ്മൾ എന്തെല്ലാം തീരുമാനിച്ചാലും ഒരു ചുവട്ടടി. അവിടെ ഈ യോശുവയോട് പറയുന്നത്, നീ ഭ്രമിക്കരുത്, നിന്റെ ദൈവമായ യഹോവ നിന്റെ കൂടെ ഉണ്ട്, നീ അതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം, ഭയപ്പെടരുത്, ഭ്രമിക്കരുത് എന്നാണ്. കാരണം മോശയ്ക്ക് ശേഷം ഇങ്ങനെ ഈ ജനത്തെ ആര് നയിക്കും? യോശുവ അത്ര വലിയ കേപ്പബിലിറ്റി ഉള്ള ആളല്ല. പക്ഷേ യോശുവയ്ക്ക് ദൈവം കൊടുക്കുന്ന പ്രോമിസാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ മനസ്സിൽ ഈ ധൈര്യം കൊടുക്കണം. നീ അനുഭവിച്ചിരിക്കുന്ന വിശുദ്ധ കുർബാനയുടെ ബലം
ആ വലിയ രക്തത്തിൻ്റെ ശക്തി നിനക്ക് വലിയ ധൈര്യം നൽകും. അത് നിൻ്റെ ധൈര്യമാണ്, അത് നിൻ്റെ ബലമാണ്. അപ്പം അതുകൊണ്ട് മനുഷ്യൻ്റെ സ്വതന്ത്ര ഇച്ഛാശക്തിയും ദൈവത്തിൻ്റെ കരുതലും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടാകണം. അടുത്ത വാക്യം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, 7:17. അത് നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. 7-ാം അധ്യായം 17 എന്താ പറഞ്ഞത്? എൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുമെന്ന് അറിയും. ദൈവത്തിൻ്റെ ഇഷ്ടം, എൻ്റെ ഇഷ്ടം, അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എൻ്റെ ഉപദേശം എൻ്റേതല്ല, എൻ്റെ അയച്ചവൻ്റെ അത്രേ. 16-ാമത്തെ വാക്യം, അവൻ്റെ ഇഷ്ടം, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ, സ്വർഗത്തിലെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിനുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നറിയും. ഇത് കർത്താവ് പറഞ്ഞതാണ്. കർത്താവിന് സംശയിക്കുമ്പോൾ പറഞ്ഞതാണ്. നമ്മൾ കർത്താവ് പറഞ്ഞാൽ വില്ലിങ്നെസ് ടു ഫോളോ ഗോഡ്സ് വിൽ. ഇത് പിതാവ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് തിരിച്ചറിയാനായി സാധിക്കും. നിങ്ങൾക്ക് അതിനുള്ള ശക്തി ദൈവം തന്നിട്ടുണ്ട്. ഈ ഫ്രീഡം പരിശുദ്ധാത്മാവിലൂടെയാണ് ലഭിക്കുന്നത്. വില്ലിങ്നെസ് ടു ഫോളോ ഗോഡ്സ് വിൽ ഈസ് എ മാറ്റർ ഓഫ് പേഴ്സണൽ ചോയ്സ്. ഇത് നമ്മൾ പ്രത്യേകം ഓർക്കണം. ഇത് ദൈവഹിതം അനുസരിക്കാനുള്ള സന്നദ്ധത തികച്ചും വ്യക്തിപരമാണ്. അതുകൊണ്ടാണ് കന്യാമറിയാമിനോട് ഗബ്രിയേൽ വന്ന് ചോദിക്കുന്നത്. ഇതൊന്നും ചോദിക്കാതെ അങ്ങ് ചെയ്താൽ പോരായിരുന്നു. ഈ കന്യാമറിയാമിനോട് ഒരു അനുവാദം ചോദിക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ? അതുകൊണ്ട് ഈ ഫ്രീ വില്ലെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ മനുഷ്യനെ കൂടെ ഉൾപ്പെടുത്താനുള്ള ഒരു സഹകരണത്തിൻ്റെ ഒരു കാര്യമാണ്. ഈ സഹകരണത്തിൻ്റെ കോപ്പറേഷൻ എന്ന് പറയും. ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമ്മളെ കൂടെ ഉൾപ്പെടുത്താനുള്ള ദൈവം തന്നിരിക്കുന്ന ഒരു സഹകരണത്തിൻ്റെ അല്ലെങ്കിൽ അതിനൊരു സാധ്യതയാണ് നമുക്ക് തന്നിരിക്കുന്ന ഈ സ്വന്തമായ വിവേക ശക്തി അല്ലെങ്കിൽ ഇച്ഛാശക്തി എന്ന്. ദൈവിക സത്യം വിവേചിച്ചറിയുന്നതിലും അംഗീകരിക്കുന്നതിലും സ്വതന്ത്ര ഇച്ഛാശക്തിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ദൈവത്തിൻ്റെ സത്യം അതാണ് പറഞ്ഞത്. ഈ കർത്താവ് പറഞ്ഞത്, ഇത് ഞാൻ പറയുന്നതാണോ പിതാവ് പറയുന്നതാണോ? പിതാവ് പറയുന്ന മാത്രമേ ഞാൻ നിങ്ങളോട് പറയാവുള്ളൂ. ഇത് തിരിച്ചറിയാനുള്ള വിവേകം, അത് അംഗീകരിക്കാനുള്ള സന്നദ്ധത, ഇത് നമ്മുടെ ഈ സ്വതന്ത്ര ഇച്ഛയിലൂടെയാണ് വരുന്നത്. സ്വതന്ത്ര ഇച്ഛയിലൂടെ മാത്രം ലഭിക്കുന്ന കാര്യമാണ്. ഇനി നമുക്ക് റോമാലേഖനം ഒന്ന് നോക്കിയാൽ, റോമാലേഖനത്തിൽ അതിൻ്റെ 6-ാം അധ്യായം 16-ാമത്തെ വാക്യം, റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നതാണ്. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ. അപ്പോൾ 2 തരത്തിലുള്ള ദാസന്മാരെ പറ്റി പൗലോസ് പറഞ്ഞു. ഒന്നുകിൽ അവിടെ പറഞ്ഞതാണ്, ഒന്നുകിൽ ലിവിങ് ആസ് എ സ്ലേവ് ടു സിൻ, പാപത്തിന് അടിമകളായ ദാസന്മാരായി നിങ്ങൾക്ക് ജീവിക്കാം. അല്ലെങ്കിൽ ലിവിങ് ആസ് എ സ്ലേവ് ടു റൈച്ചിയസ്നെസ്. ഇവിടെ പറയുന്നത് അനുസരണത്തിൻ്റെ, ലിവിങ് ആസ് എ സ്ലേവ് ടു ഒബീഡിയൻസ്. അവിടെ റൈച്ചിയസ്നെസ് എന്നാണ് ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയത്. നീതിയുടെ ദാസന്മാർ. ഇത് രണ്ടുമുണ്ട്. അപ്പം നമ്മളിത് ക്രിസ്തീയ ജീവിതത്തിൽ ഓർക്കണം. ഈ നമുക്ക് എന്തിനാണ് ദൈവം സ്വന്തം ഇച്ഛാശ? അതുകൊണ്ടാണ് പൗലോസ് റോമാലേഖനത്തിൽ ചോദിക്കുന്നുണ്ടല്ലേ 6-ാം അധ്യായത്തിൽ തന്നെ, പാപത്തിൽ തന്നെ നാം തുടരണമോ? ഒരിക്കലും ചെയ്യാൻ പാടില്ല. കൃപ വർദ്ധിക്കുന്നു, പക്ഷേ പാപത്തിൽ തന്നെ പാപം വർദ്ധിക്കുമ്പം കൃപയും വർദ്ധിക്കുന്നു. പക്ഷെ അതുകൊണ്ട് പാപത്തിൽ തന്നെ തുടരണമോ? ചെയ്യാൻ പാടില്ല. ഈ തിരഞ്ഞെടുക്കൽ ദൈവം അനുവദിക്കുന്നുണ്ട്. ഇത് രണ്ടും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഈ തിരഞ്ഞെടുക്കൽ ദൈവം അനുവദിക്കുന്നുണ്ട്. അത് കാരണം എന്താ പറയുക? അവനവൻ്റെ വിധി അവനവനാണ് നിശ്ചയിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ഓർത്തോണം. വീണ്ടും നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, യൂസിങ് ഫ്രീഡം റെസ്പോൺസിബിൾ. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 13 ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 13, 5-ാം അധ്യായത്തിൻ്റെ 13 വായിക്കുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പീൻ. അപ്പം ഈ സ്വാതന്ത്ര്യം എന്തിനാ തന്നത്?
ജഡത്തിന് അവസരമാക്കാൻ വേണ്ടിയല്ല, നിങ്ങൾ സ്വതന്ത്രമായി ദൈവത്തിനെ സേവിക്കുന്നവരായിട്ട് തീരണം. വീണ്ടും ഒരു വാക്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അത് വെളിപാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യമാണ്. കർത്താവ് വന്ന് വാതിക്കൽ മുട്ടുന്നു, തുറന്നാൽ നമുക്കൊരു ഫെലോഷിപ്പ് ആൻഡ് സാൽവേഷൻ. ഗോഡ്സ് ഓഫർ ടു ഫെലോഷിപ്പ് ആൻഡ് സാൽവേഷൻ. ഈ വചനം നമ്മളെ ദൈവം ശക്തമായിട്ട് സ്വാധീനിക്കണം. ദൈവം നമ്മളുടെ സ്വതന്ത്രമായ ഇച്ഛാശക്തി വലിയ സമൃദ്ധമായ കൃപയ്ക്ക്, നമ്മുടെ വ്യക്തിപരമായ രക്ഷയ്ക്കും സഭയുടെ നന്മയ്ക്കും ദൈവരാജ്യത്തിൻ്റെ വലിമയ്ക്കുമായിട്ട് തീരണം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കും.